അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മക്കൾക്കും വെട്ടേറ്റു. കരുവന്നൂർ കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും ഹൈക്കോടതി. ദേശമംഗലം പല്ലൂർ നോർത്ത് പാടശേഖരത്തിൽ വളർച്ചയെത്താതെ ഞാറ് കരിഞ്ഞുണങ്ങുന്നു. 40ഓളം ഏക്കർ സ്ഥലത്ത് നട്ട ഞാറാണ് കരിഞ്ഞുണങ്ങിയത്. പൊന്നിയൂർക്കുളം കുരഞ്ഞിയൂരിൽ ചകരിക്കമ്പനിയിൽ വൻ തീപിടുത്തം. മെഷീനറികളും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും കത്തി നശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കും. വിശദമായ വാർത്തകളിലേക്ക്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മുഖ്യ യജമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഇടത് കൈയിൽ അമ്പും വലത് കൈയിൽ വില്ലുമായി സർവാഭരണഭൂഷിതനായ രാംലല്ലയെ പ്രധാനമന്ത്രി നമസ്കരിച്ച് പുഷ്പാർച്ചന നടത്തി. ഉച്ചയ്ക്ക് 12:20 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. വായുസേനയുടെ നേതൃത്വത്തിൽ പുഷ്പവൃഷ്ടി നടത്തി. ചൊവ്വാഴ്ച മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖരാണ് അയോധ്യയിലെത്തിയത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രനടയിൽ ഒരുക്കിയ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കുചേർന്ന് ഭക്തർ. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. വിശ്വ ഹിന്ദു പരിഷത്ത് തൃപ്രയാർ പ്രഖണ്ഡിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഭജനയും രാമായണ പാരായണവും സമൂഹാർച്ചനയും നടത്തിയത്. ചടങ്ങിൽ പങ്കെടുത്ത ഭക്തർക്ക് അന്നദാനവും നടത്തി. ജ്യോതിഷാചാര്യ സനീഷ് ജഗന്നിവാസ് പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ വീഡിയോ ദൃശ്യം കാണാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കിയിരുന്നു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഖന്നാനഗർ കൊഴുപ്പുള്ളി വീട്ടിൽ 40 വയസ്സുള്ള ബിനുവാണ് ഭാര്യ 38 വയസ്സുള്ള ഷീജയെ വീടിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. മകൻ അഭിനവ്, മകൾ അനുഗ്രഹ എന്നിവരെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇതിൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമാണ്. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. കിടപ്പുമുറിയിൽ വെച്ച് ഷീജയുടെ കഴുത്തിൽ ബിനു കത്തികൊണ്ട് വരയുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ ഷീജ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മക്കളാണ് ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിനോയിയെ വീട്ടിൽ ചെന്ന് വിവരം അറിയിച്ചത്. ബിനോയ് എത്തുമ്പോഴേക്കും ഷീജ മരിച്ചിരുന്നു. ഇതിനു മുൻപ് ബിനു ഓടിപ്പോയി. ഇതിനിടയിൽ തളർന്നു വീണ അഭിനവിനെയും ഒപ്പം അനുഗ്രഹയെയും ബിനോയിയും അയൽവാസികളും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബിനു ട്രെയിന് മുന്നിൽ ചാടി മരിച്ച വിവരം ലഭിച്ചത്. 1 കിലോമീറ്റർ അകലെ കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് ഇയാൾ ജീവനൊടുക്കിയത്. സാമ്പത്തിക പ്രശ്നമാണ് ബിനുവിനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കരുവന്നൂർ കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി പരാമർശം നടത്തിയത്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പാവപ്പെട്ട ജനങ്ങൾ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഈ പണം നഷ്ടമാകുന്നത് സംഘങ്ങളിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. കൃഷിയിടത്തിൽ ഞാറ് നട്ട് 45 ദിവസം കഴിഞ്ഞിട്ടും നട്ട അതേ നിലയിൽ തന്നെ ഞാറ് നിൽക്കുകയും പിന്നീട് കരിയുകയും ചെയ്യുന്ന പ്രതിഭാസം കർഷകർക്ക് ദുരിതമായി. ദേശമംഗലം പഞ്ചായത്ത് 5-ാം വാർഡ് പല്ലൂർ നോർത്ത് പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ 2ാം വിളയാണ് 45 ദിവസം കഴിഞ്ഞിട്ടും വളരാതെ നിൽക്കുകയും പിന്നീട് കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നത്. 130 ഏക്കർ സ്ഥലത്താണ് ഞാറ് നട്ടിരിക്കുന്നത്. ഇതിൽ 40ഓളം ഏക്കർ സ്ഥലത്തെ ഞാറ് ഉണങ്ങി നശിച്ച നിലയിലാണ്. ബാക്കിയുള്ള കർഷകരുടെ പാടശേഖരങ്ങൾക്കും ചെറിയ തോതിൽ രോഗം ബാധിക്കുന്നുണ്ട്. മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസന്റെ 14 ഏക്കർ കൃഷിയും വരമംഗലത്ത് ഉമ്മറിന്റെ 12 ഏക്കറോളം കൃഷിയും സമാന രീതിയിൽ നശിച്ചു. പടിഞ്ഞാറയിൽ യൂസഫ് ഹാജിയുടെ കൃഷിയും വലിയകത്ത് അഷ്റഫിന്റെ കൃഷിയും വടക്കേതിൽ നാസർ, പാറോലപ്പടി ഉണ്ണികൃഷ്ണൻ, തറയിൽ സഫിയ, സുരേഷ് ബാബു എന്നിവരുടേതുൾപ്പെടെ 40 ഏക്കർ കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. ഇതാകെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു നിശ്ചയം നമുക്ക് കിട്ടുന്നില്ല.
അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നിന്നോ മറ്റു നിന്നോ നമുക്ക് എന്തെങ്കിലും അതിലേക്ക് എന്തൊരു അനുകൂല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. ഏകദേശം 25 ലക്ഷം രൂപ നഷ്ടം വന്നിരിക്കുകയാണ് ഈ കർഷകർക്ക്. ലോണെടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഏറെ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ ഇവർ കൃഷി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ്. ദേശമംഗലം കൃഷി ഓഫീസിലും മറ്റ് ഉന്നത കൃഷി ഓഫീസുകളിലും വിവരം അറിയിക്കുകയും അധികൃതർ വന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്ന പല മരുന്നുകളും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും കാണുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. TCV ചെറുതുരുത്തി. പുന്നയൂർക്കുളം കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. തീ ഉയർന്നത് കണ്ട് ചകിരി കമ്പനിയിലെ വനിതാ ജീവനക്കാർ ഇറങ്ങിയോടി. ഫൈബർ കെമ്പ് എന്ന ചകിരി സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് 5 വനിതാ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കുന്നംകുളം സ്വദേശി ജിയോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണ സാഗർ, അസിസ്റ്റന്റ് ഫയർ ഓഫീസർ രാജ സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കമ്പനിയിലെ മെഷീനറികളും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും കത്തി നശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി സ്ഥാപന ഉടമ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് 14ാം ചേർപ്പ് മേഖലാ സമ്മേളനം ആനക്കല്ല് അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ബുധനാഴ്ച നടക്കും. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M. മൻസൂർ ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ അധ്യക്ഷനാകും. ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെയും തൃശൂർ കോർപ്പറേഷൻ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 8, 9 തീയതികളിൽ ജില്ലാ സമ്മേളനം ചാലക്കുടിയിലും മാർച്ച് 2, 3, 4 തീയതികളിൽ സംസ്ഥാന സമ്മേളനം കോഴിക്കോടും നടക്കുമെന്ന് മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ, സെക്രട്ടറി K. ബിജുകുമാർ, ട്രഷറർ KG സുധീർ, PV രവി, KG രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയത്തിൽ ശുദ്ധത അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വകുപ്പ് ഏതായാലും നീതി പുലർത്തണം. രാഷ്ട്രീയ വഞ്ചനയും അഴിമതിയും പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV വർഗീസ്, CD ജോസ്, സന്തോഷ് ലാൽ എന്നിവർ സംസാരിച്ചു. അഴിമതി സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA പറഞ്ഞു. കേരള ദളിത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിൽ കേരള ഫണ്ട് ചിലവഴിച്ചതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കരിങ്കൊടി സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ടുകളും ഭവന നിർമ്മാണ പദ്ധതികളും സർക്കാർ അട്ടിമറിച്ചതായും അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വാസു കാരാട്ട് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PA അരുൺ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ കോസ്മെറ്റിക് പുനഃസ്ഥാപന ചികിത്സ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അറിയിച്ചു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിപ്മറിലെ പ്രോസ്തെറ്റിക് ഓർത്തോട്ടിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൊതുമേഖലയിൽ നൂതന സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. മൈക്രോ സർജറി മൂലം തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾക്ക് പകരം സിലിക്കൺ കൊണ്ടുള്ള കോസ്മെറ്റിക് അവയവങ്ങളാണ് നിർമ്മിച്ചു നൽകുക. ഒറ്റനോട്ടത്തിൽ കൃത്രിമ അവയവമാണെന്ന് തോന്നിക്കാത്ത തരത്തിൽ ഓരോ വ്യക്തിയുടെയും തൊലിയുടെ നിറത്തിന് അനുയോജ്യമായാണ് അവയവങ്ങൾ നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത 66 പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ജില്ലയിലെ കാപ്പിരിക്കാട്, ചാവക്കാട്, വാടാനപ്പള്ളി, തളിക്കുളം, SN പുരം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തുനിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിന് ഉടൻ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. MLAമാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, NK അക്ബർ, VR സുനിൽകുമാർ, ദേശീയപാത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഹെഡാണ്, റീജിയണൽ ഓഫീസറാണ്. അദ്ദേഹം ഒരു അറ്റത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഒത്തിരി ഇങ്ങോട്ട് വന്നത് നല്ലതാണ്. ഒന്ന് കൈ ആപ്കെ ഹാത്ത് ഊപ്പർ. റീജിയണൽ ഓഫീസറാണ് മീണാജി.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ബായിമാരെ പോലെ ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. 100-ലേറെ യോഗം ഇപ്പോൾ ഇതിനകം നടന്നു. ഈ കാണുന്ന പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറും പ്രൊജക്ട് ഡയറക്ടർമാരും ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്നു പ്രവർത്തികൾ യഥാസമയം വിലയിരുത്തുന്നു. പല വിഷയങ്ങളുണ്ട് പ്രവൃത്തിയായി ബന്ധപ്പെട്ട്, സ്വാഭാവികമാണ്. ഒന്ന്, ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റണം, കേരളത്തിലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വൈദ്യുതി ലൈൻ മാറ്റണം, കേരളത്തിലെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മെറ്റീരിയലുകളുടെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പ്രാദേശികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ വകുപ്പ്, വൈദ്യുതി വകുപ്പ്, വ്യവസായ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിച്ചു ചേർത്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ 3 ജില്ലകളിലെ വിസിറ്റ് കഴിഞ്ഞാൽ നാളെ മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടെ യോഗം വിളിച്ചു ചേർത്തു. പ്രശ്നങ്ങളൊക്കെ യഥാസമയം ഇടപെട്ട് പരിഹരിച്ചു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി, കർണാടകയിൽ ഈ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടക്കുന്നു. നിങ്ങൾ പലർക്കും പല തിരക്കും കാരണം അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞങ്ങൾ നേരിട്ട് സൈറ്റ് പരിശോധിച്ച് പോവുകയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു കേന്ദ്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചാണ്. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കാത്തിരിപ്പ് വെറുതെയായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ദേശീയപാത സന്ദർശനം ചടങ്ങിലൊതുങ്ങി. മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുങ്ങല്ലൂരിലെ ദേശീയപാത നവീകരണം വിലയിരുത്താൻ എത്തുമെന്നറിഞ്ഞ് ബെന്നി ബെഹനാൻ MP, VR സുനിൽകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, കോൺഗ്രസ് നേതാക്കളായ TM നാസർ, ES സാബു, BJP നേതാക്കളായ KS വിനോദ്, KR വിദ്യാസാഗർ എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രവർത്തകരും നാട്ടുകാരും DYSP ഓഫീസ് ജംഗ്ഷനിൽ കാത്തുനിൽപ്പായിരുന്നു. എന്നാൽ 1 കിലോമീറ്റർ അകലെയുള്ള ചന്തപ്പുര ജംഗ്ഷനിൽ എത്തിയ മന്ത്രി നിമിഷങ്ങൾക്കകം സന്ദർശനം മതിയാക്കി മടങ്ങുകയായിരുന്നു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ DYSP ഓഫീസ് ജംഗ്ഷനിൽ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി സത്യഗ്രഹ സമരം നടത്തിവരികയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയപാത നവീകരണം വിലയിരുത്താൻ എത്തുന്ന മന്ത്രിയെ നാട്ടുകാരുടെ ആവശ്യം ബോധ്യപ്പെടുത്താനായാണ് ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും കാത്തുനിന്നത്. എന്നാൽ സമരസ്ഥലം സന്ദർശിക്കാതെ മന്ത്രി മടങ്ങിയത് ഏവരെയും നിരാശരാക്കിയെന്ന് മാത്രമല്ല, ഇടതുപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. കാഞ്ഞിരക്കോട് സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന് 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. പരാതി നൽകിയിട്ടും ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കാണ് ചോർന്നൊലിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത്. പകർച്ചവ്യാധികൾക്കും മറ്റ് രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇപ്പൊ അതിലത്തെ വേസ്റ്റ് മുഴുവൻ വീട്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ, അതായത് ഒരു കുളം കെട്ടി നിൽക്കുന്ന പോലെ വെള്ളം അത്രയും കെട്ടി നിൽക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് അത് കാരണം പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ മാത്രമല്ല വീട്ടിലത്തെ വെള്ളങ്ങളിലൊക്കെ അത് വന്നിട്ട് വെള്ളമൊക്കെ മലിനമായി തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ അതിന്റെ ഉടമസ്ഥനോട് നമ്മൾ പല പ്രാവശ്യം ഇത് പരാതി പറഞ്ഞിട്ടും അയാള് ഇങ്ങോട്ട് വരിക, നോക്കുക, അതിനെ കുറിച്ചിട്ട് ഒരു വേണ്ട പരിഗണന എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. മലിനജലം കെട്ടിനിൽക്കുന്നതിനെ കുറിച്ച് ഫ്ളാറ്റ് ഉടമയോട് നിരവധി തവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ദുർഗന്ധം മൂലം പരിസരത്ത് താമസിക്കുന്നതിനോ അതുവഴി സഞ്ചരിക്കുന്നതിനോ പറ്റാത്ത അവസ്ഥയാണുള്ളത്. തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും അനുഭവപ്പെടുന്നുണ്ട്. ആരോഗ്യപ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ലോക്കർ പൊളിച്ച് മോഷണം. 27,000 രൂപ നഷ്ടപ്പെട്ടു. പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാരയുടെയും ലോക്കറിന്റെയും പൂട്ട് പൊളിച്ചാണ് മോഷണം നടന്നിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിലും മുഖം മറച്ച നിലയിലാണ്.
കയ്പമംഗലം 3 പീടികയിൽ പട്ടാപ്പകൽ മോഷണം. കോഓപ്പറേറ്റീവ് റോഡിന് സമീപം മാനങ്കേരി സീനത്ത് ജമാലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കിടപ്പുമുറിയിൽ കബോർഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1.25 പവന്റെ മാലയും പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 1500 രൂപയും മോഷ്ടാക്കൾ കവർന്നു. സീനത്ത് അയൽപ്പക്കത്തെ വീട്ടിൽ പോയി 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരുന്നതിനിടയിലാണ് കവർച്ച നടന്നിട്ടുള്ളത്. മുറിക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. ഒരാഴ്ച മുൻപ് സമീപത്തെ വീട്ടിൽ നിന്ന് 8000 രൂപ മോഷണം പോയിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിയാരംഭിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം കാടുമൂടി കിടക്കുന്നു. ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ താമസം തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളും. പുതുതായി പണിത വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിനാണ് ഈ ദുർവിധി. 1 വർഷം മുൻപ് 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി തുടങ്ങിയത്. കെട്ടിടം പണി ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ ഒരാൾ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ പണിയും നിലച്ചു. പണി പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കാടും ചെടികളും വളർന്നതോടെ മനുഷ്യർ കടന്നു നോക്കാതെയായി. പകരം തെരുവ് നായ്ക്കളും പാമ്പും പാർപ്പ് തുടങ്ങി. ഇപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് വയോജനങ്ങൾക്കും വയസ്സായവർക്കും കയറി ചെല്ലാൻ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ്. കയറി ചെന്നാലും അവിടെ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസ് നിലകൊള്ളുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് പണിത് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ഇവിടേക്ക് പ്രായമായവർക്കും അംഗപരിമിതർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയാക്കാൻ നടപടി ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരിക്കുകയാണ് സുരേഷ് ചെമ്മനാടൻ. TCV പുതുക്കാട്. ചൊവ്വാഴ്ച മുതൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കായികക്ഷമതയ്ക്കായി കേരളം ഒരുമിച്ച് നടക്കുന്നു എന്ന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA K. വാക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. ജോയ് വർഗീസ്, ബേബി പൗലോസ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് അജിത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി കായിക താരങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ ന്യായ് യാത്രയെ അസമിൽ BJP പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് D നിർമ്മല, ജോൺ ഡാനിയൽ, രവി ജോസ് താണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനാധിപത്യ രീതിയിൽ സംഘാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേലക്കരയിൽ 2 ദിവസം മുൻപ് കാണാതായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര വെങ്ങാനല്ലൂർ പട്ടാണിപ്പറമ്പിൽ താമസിക്കുന്ന കുളങ്ങര വീട്ടിൽ 49 വയസ്സുള്ള രാജഗോപാലനെയാണ് ഭൂതംകോട്ട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം CCTV ന്യൂസ് സീനിയർ സബ് എഡിറ്ററും TCV വാർത്താ അവതാരകയുമായ രമ്യ സനിൽകുമാർ രചനയും നിർമ്മാണവും നിർവഹിച്ച് പ്രധാന കഥാപാത്രമായി അഭിനയിച്ച തട്ടകത്തമ്മ ദേവീസ്തുതി വീഡിയോ ആൽബം പുറത്തിറങ്ങി. വേലൂർ ശ്രീ കാർത്യായനി ദേവിയെ വർണ്ണിച്ചാണ് ആൽബം ഒരുക്കിയിട്ടുള്ളത്. വേലൂരിൽ വാഴുമമ്മ കാർത്യായനി ഭഗവതി കൈകൂപ്പുന്നു തിരുനടയിൽ വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ബ്രഹ്മചാരിണിയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതമാണ് തട്ടകത്തമ്മ എന്ന പേരിൽ വീഡിയോ ആൽബമായി ചിത്രീകരിച്ചത്. നിരവധി ഷോർട്ട് ഫിലിമുകളും പരസ്യചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള TCV പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ സൂരജ് കൃഷ്ണയാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ക്ഷേത്രവും പരിസരവുമായിരുന്നു ലൊക്കേഷൻ. രമ്യ സനിലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അനൂപ് റോബിനാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് അമൃത ശേഖർ. വിജേഷ് നാഥ് ഛായാഗ്രഹണവും ആൻഡോ ചിരിയങ്കണ്ടത്ത് എഡിറ്റിംഗും നിർവഹിച്ചു.
രമ്യ എസ് നായർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ കാർത്യായനി ഭഗവതിയെക്കുറിച്ച് ഒരു ഗീതം എഴുതണം എന്നുള്ളത്. ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മുടക്കും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ബ്രോഷർ പ്രകാശനവും CCTV ചെയർമാൻ TV ജോൺസൺ നിർവഹിച്ചു. എന്തായാലും ഈ സംരംഭം അദ്ദേഹത്തിന് ഇങ്ങനൊരു, ഞാൻ ഇപ്പോഴും ഈ പ്രകാശന കർമ്മം പറഞ്ഞ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു പരിപാടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പ്രകാശന കർമ്മം വരെ എത്തി എന്നുള്ള തരത്തിൽ അറിയുന്നത് പോലും ഞാൻ ഈ അടുത്ത ദിവസങ്ങളാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, ആയുർവേദാചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനിൽകുമാർ, മാതൃസമിതി കൂട്ടായ്മ കൺവീനർ രജിത സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV കുന്നംകുളം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണം തൃശൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ MC റജിൽ, ED ചന്ദ്രബാബു, ശ്യാമ S പ്രഭ, വിജയരാജ മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മക്കൾക്കും വെട്ടേറ്റു. കരുവന്നൂർ കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും ഹൈക്കോടതി. ദേശമംഗലം പല്ലൂർ നോർത്ത് പാടശേഖരത്തിൽ വളർച്ചയെത്താതെ ഞാറ് കരിഞ്ഞുണങ്ങുന്നു. 40ഓളം ഏക്കർ സ്ഥലത്ത് നട്ട ഞാറാണ് കരിഞ്ഞുണങ്ങിയത്. മുനിയൂർക്കുളം കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. മെഷീനറികളും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും കത്തി നശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.